നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് പറയുന്ന ചില കാര്യങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ കേൾക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഈ സമയത്ത് ഇത് പറഞ്ഞത് എനിക്ക് വളരെ വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നു. കാരണം പല ആളുകളും വിചാരിക്കുന്നത് വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ മുസ്ലിങ്ങളെല്ലാം ഹൈന്ദവന്റെ കൂടെയും ക്രൈസ്തവന്റെ കൂടെയാണ്, ഭൂമി നഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ്, ആ വേദനിക്കുന്ന ഹൃദയവുമായിട്ട് അവർ നമ്മളെ പിന്തുടരുന്നുണ്ട് എന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് ഉസ്താദ് വന്നിട്ട് വഖഫ് ബോർഡിന്റെ ഒരു വലിയ ആധികാരികതയെക്കുറിച്ച്, അവരുടെ ആ സ്വത്തുവകകളെ കുറിച്ചൊക്കെ ഒരു റിപ്പോർട്ടായിട്ട് അദ്ദേഹം പറയുന്നത്. എന്തായാലും വളരെ വലിയൊരു കാര്യം. എന്തായാലും ആ കുറച്ച് നമുക്കതൊന്ന് കേൾക്കാം. ഇന്ത്യയിലെ ധാരാളം വഖഫ് സ്വത്താ. 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട് ഇന്ത്യയിൽ. അതിന് ഏകദേശം ആസ്തി കണക്കാക്കിയാൽ 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. 1.25 ലക്ഷം കോടിയുടെ ആസ്തി. സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം സ്വത്തില്ല. അതിലാണ് ഇന്ന് പലപ്പോഴും വഖഫ് കയ്യേറിയിട്ട് സർക്കാരടക്കം സുപ്രീം കോടതിയെ അന്വേഷിച്ച് വന്നപ്പോൾ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി, ലോക മുതലാളി അറിയാമല്ലോ, ബോംബെയിലെ മുതലാളി 5000 കോടിക്ക് കല്യാണം നടത്തിയവന്റെ വീടിരിക്കുന്നത് വഖഫ് ഭൂമിയിലാ. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് നമ്മൾ ഈ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുന്ന വഖഫ് നിയമവുമായിട്ട് വന്നേക്കുക. ഇന്ത്യൻ റെയിൽവേക്കും മിലിറ്ററിക്കും അല്ലാതെ ഇത്രത്തോളം സ്വത്ത്, ഇത്രത്തോളം സ്ഥലം വേറെ ആർക്കും ഇല്ല. വഖഫ് ബോർഡിനാണ് പിന്നുള്ളത്. ഈ വഖഫ് ബോർഡിന് എങ്ങനെയാണ് ഇത്രത്തോളം സ്വത്തുക്കൾ വന്നത് എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് പിടിച്ച് പറിച്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു 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 എന്താ പറയാ, അയാളെ ഏത് പേരിട്ട് വിളിക്കണം നമുക്കറിയില്ല. ആ മനുഷ്യൻ ചെയ്ത ഒരു പ്രവൃത്തി മൂലമാണ് ഇത്രയും ഏക്കർ സ്ഥലം വഖഫ് ബോർഡിന് വന്നത്. ഉസ്താദ് ഒരു കാര്യം മനസ്സിലാക്കും. ഉസ്താദ്, ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഭൂപരിഷ്കൃത നിയമം വന്നിരുന്നു. നിങ്ങൾക്കറിയാം, ഹൈന്ദവന്റെ സ്വത്തുക്കളെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്തു. അത് ഹൈന്ദവർക്കുണ്ട്, ക്രൈസ്തവർക്കുണ്ട്, മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്കുണ്ട്. അങ്ങനെ സകല ആളുകൾക്കും ഈ പറയുന്ന ഭൂമി, അതായത് മിച്ചഭൂമി എന്ന് പറയുന്നൊരു പരിപാടിയാക്കി എടുത്തിട്ട് വിതരണം ചെയ്തതാണ്. അന്നൊന്നും ഒരു എന്താ പറയാ, ആളുകളും ഈ ഭൂമി സ്വന്തമായി വെച്ചിരുന്ന ആളുകൾ ആരും തന്നെ ഇതുപോലൊരു പരാക്രമമായിട്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് റൂട്ടിലൂടെ നടന്നിട്ടില്ല. അത് ഹൈന്ദവന്റെ ഒരു ഗുണമാണ്. ഇത് വെറുതെ കാരുണ്യത്തിന്റെ മതമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരുണ്യത്തിന്റെ ഒരു അംശം കാണിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ്. അന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമികൾ പലതും തിരിച്ചു പിടിക്കാൻ ഇവരാരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയായിരുന്നു. 10 ഏക്കറും 20 ഏക്കറും 30 ഏക്കറൊക്കെ ഉണ്ടായിരുന്ന ഭൂമികൾ ഇതുപോലെ കഷ്ണം വെട്ടി സർക്കാർ ഏറ്റെടുത്ത് ഇവിടുത്തെ പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് വിതരണം ചെയ്തു. ഇന്ന് നിങ്ങൾ പല സ്ഥലങ്ങളും നിങ്ങളുടേതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പഴയ കാലം ഒന്ന് ഓർത്തു പോയതാണ്. ഹൈന്ദവൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സനാതനം എന്ന് പറയുന്ന ആ മതത്തിന്റെ വലിയൊരു ഗുണമായിരുന്നു അത്. ഇല്ലാത്തവർക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കൈവിട്ട് കൊടുത്തതാണ് അതെല്ലാം. അവർക്കും തടയാമായിരുന്നു. കോടതിയുണ്ട്, സുപ്രീം കോടതിന്റെ കാര്യങ്ങളുണ്ട്, അവർക്കൊക്കെ പോയായിരുന്നു അവിടെ കേസ് കാര്യങ്ങളെല്ലാം. ഇന്നും പല ഭൂമിയും അവർക്കതുപോലെ നിങ്ങൾ പറയുന്ന പണിയിൽ തിരിച്ചു പിടിക്കാൻ കഴിയുകയും ചെയ്യും. ഒരു സർക്കാർ എടുത്ത തീരുമാനം ഇരു കൈയും നീട്ടി സ്വീകരിച്ചവരാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം. അപ്പോ ഞങ്ങൾ കാരുണ്യത്തിന്റെ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞ്, ഞങ്ങളുടെ മതം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മതത്തിന്റെ തന്നെ ഈ ഒരു വിഭാഗം, അല്ലെങ്കിൽ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി ഇങ്ങനെ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഭൂമി ഇങ്ങനെ തിരിച്ചു പിടിക്കാൻ പോകുമ്പോഴേ, അപ്പോഴാണ് കാരുണ്യത്തിന്റെ ഒക്കെ ആ വലിയ സ്ഥാനം ഇവിടെ ഓർമ്മപ്പെടേണ്ടതുള്ളത്. അപ്പോ ഇപ്പൊ നിങ്ങളുടെ കണക്കിന് ഇന്ത്യൻ മിലിറ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂസ്വത്തുള്ള ആളുകൾ വഖഫ് ബോർഡാണ്. പക്ഷെ ഒരു കാര്യം പറയാം ഉസ്താദെ, അതൊക്കെ തിരിച്ചു പിടിക്കും. നിങ്ങളുടേതൊന്നും അല്ല ഈ മുതലൊന്നും. അങ്ങനെ നിങ്ങൾ ആരും നിങ്ങളുടേതാണെന്ന് കരുതി സ്വന്തമാക്കാനും നിൽക്കണ്ട. ഇത് വലിയ വിപ്ലവം ഉണ്ടാവും ഉസ്താദെ. കണ്ടം വഴി നിങ്ങൾ ഓടും. ഇവിടുത്തെ ഒരു ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ഒരു തുണ്ട് ഭൂമി പോലും ഈ പറയുന്ന ഇസ്ലാമിക സംഘടനയ്ക്ക് വിട്ടുകൊടുക്കൂല. അത് കേട്ടാ പറയാൻ അതിന് ചാകേണ്ടി വന്നാലും ശരി, ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും ഒരുമിച്ച് നിൽക്കും ഈ വിഷയത്തിൽ. നിങ്ങളുടെ അസ്ത്രം ഗഫൂർ എന്നൊക്കെ പാടാൻ പുള്ളിക്കാരൻ അറിയണമെങ്കിൽ, പുള്ളിക്കാരൻ ഒരു നാടകം കളിച്ചതിനിടയ്ക്ക് ഇവിടുത്തെ ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും വികാരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ കൈയടക്കി വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താവും, മുസ്ലിങ്ങളാണല്ലോ കൈയടക്കി വെച്ചിട്ടുള്ളത്, അപ്പൊ പിന്നെ നമ്മൾ വെറുതെ വികാരം കൊള്ളണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ക്രൈസ്തവനും ഈ പറയുന്ന ഹൈന്ദവനും മൗനം പോകും. അത് അസ്ത്രം ഗഫൂറിന്റെ അസ്ത്രമാണ് നമുക്കറിയാം. ഇവിടെ പല ആളുകളും ശ്രമിക്കേണ്ടത് ഇന്റർനെറ്റിൽ കയറിക്കൊണ്ട് വഖഫ് ബോർഡിന്റെ ഭൂമി നിങ്ങളുടെ പഞ്ചായത്തിന്റെ ഇതിലൊന്ന് അടിച്ചു നോക്കണം, നിങ്ങളുടെ ഭൂമിയിൽ പെട്ടിട്ടുണ്ടോ എന്ന്. പല ആളുകളുടെ ഭൂമിയിൽ പെട്ടിട്ടുണ്ട്. തളിപ്പറമ്പ് ടൗൺ, തളിപ്പറമ്പിൽ എന്നാ ഇവർ വന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. എന്നാ ഇവരൊക്കെ ഇവിടോട്ട് വന്നിട്ടുള്ളത്?
800 ഏക്കർ സ്ഥലം, ആ ടൗൺ അടക്കം നിൽക്കുന്ന, ക്ഷേത്രങ്ങളടക്കം നിൽക്കുന്ന, രാജരാജേശ്വര ക്ഷേത്രങ്ങളൊക്കെ നിൽക്കുന്ന ഈ പറയുന്ന ഇടങ്ങളെല്ലാം വഖഫ് ബോർഡിന്റെയാണെന്നാണ് പറയണത്. ഈ തന്തല്ലാത്തരം വെച്ച് പൊറപ്പിക്കാൻ ഇവിടെ ആളുകൾ മൂക്ക് മേപ്പോട്ടാക്കി വളർന്നവരൊന്നുമല്ലല്ലോ, കീപ്പോട്ട് തന്നെയല്ലേ. തീർച്ചയായിട്ടും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും ഉസ്താദെ. ഇതിന്റെ പേരിൽ ഉസ്താദെ വലിയൊരു റവല്യൂഷൻ നടക്കും, വിപ്ലവം. ചത്ത് വീണാലും ശരി തോട്ടാൻ സമ്മതിക്കില്ല. ഇവിടെ ഒരുത്തന്റെ ഭൂമിയും വഖഫ് ബോർഡിനെ നക്കാൻ തരൂല. കേട്ടാ പോരെ. അല്ലേ തന്നെ ഈ ഭൂമിയൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഈ പറയണം. നിങ്ങൾക്കൊന്നും ഒരു കാരുണ്യമില്ല എന്റെ ഉസ്താദെ. നിങ്ങളുടെ മതത്തും കാരുണ്യത്തിന്റെ മതാന്നൊന്നും പറഞ്ഞ് തള്ളിക്കേറി ഇങ്ങോട്ട് വരരുത് ദയവ് ചെയ്തിട്ട്. ആ കാരുണ്യം അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഭൂപരിഷ്കൃത നിയമം കൊണ്ടുവന്ന സമയത്ത് ഹിന്ദുക്കൾ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്നൊന്ന് ആലോചിക്കണം. കാരണം ഭൂമി ഇല്ലാത്തവന്, ഒരു കൂര വെക്കാൻ സ്ഥലമില്ലാത്തവന് അവനത് ഉപകാരപ്പെട്ടെന്ന് കരുതിയിട്ട് മൗനം പൂണ്ടതാണ്. കുറച്ചാളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവാം, പക്ഷെ ഭൂരിപക്ഷം പേരും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് അവർക്ക് ഇതുപോലെ പോവാം. അങ്ങനെ അവർ ശ്രമിക്കുകയാണെങ്കിൽ ഉസ്താദിന്റെ വീട് വരെ ചിലപ്പോൾ ഈ പറയുന്ന ആളുകളുടെ കയ്യിലായിരിക്കും. അതിനൊന്നും ആരും മുതിരാത്തത് ഞങ്ങളൊക്കെ ഒരു മണ്ടന്മാരായതുകൊണ്ടൊന്നുമല്ല. ഈ ഭൂമിയിൽ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നുള്ള ആ ഒരു ധാരണയിൽ തന്നെയാണ്. അപ്പോഴാണ് നിങ്ങൾ കേരളത്തിൽ 33,000 ഏക്കർ ഞമ്മന്റെ ആണെന്നും പറഞ്ഞു വരുന്നത്. അടക്കം ഉസ്താദെ വിടുവോ? നിങ്ങൾ കരുതുന്നൊന്നും അല്ല, അതിന്റെ അപ്പുറം ഞങ്ങൾ നടത്തിക്കും. റവല്യൂഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ കുത്തകയൊന്നുമല്ല. അത് ഹൈന്ദവരും ക്രൈസ്തവരും അങ്ങ് ഏറ്റെടുക്കും. ആ വിപ്ലവം അങ്ങോട്ട് ഏറ്റെടുക്കും വഖഫ് ബോർഡിനെതിരെ. മനസ്സിലായില്ലേ? അത് നിങ്ങൾ കാണണ്ട. കണ്ടാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. സത്യം പറയാൻ ബുദ്ധിമുട്ടാവും. ഇവിടെ ഒരു ഭൂമി ഏറ്റെടുക്കാൻ സമ്മതിക്കില്ല. പാവം പിടിച്ച മനുഷ്യന്മാരെ തെരുവിലിറക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. അതിനി നിങ്ങൾ എന്തൊക്കെ രീതി എടുത്താലും ശരി, അതിന് മറുരീതിയായിട്ട് നമ്മൾ വരും. 100% ഉറപ്പാണ്. ആ ഭൂമി നഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുടെ തന്നെയാണ് ഞങ്ങളൊക്കെ. അവരുടെ കൂടെ തന്നെയാണ് ഞങ്ങളൊക്കെ. അവരാരും ഓസിന് വാങ്ങിയൊന്നല്ല ആ സ്ഥലമൊന്നും. ആരുടെ അടുത്തും ഔദാര്യം വാങ്ങിയിട്ടല്ല, വില കൊടുത്ത് വാങ്ങിയതാണ്. അത് നിങ്ങളുടെ ഭൂമിയാണെങ്കിൽ അതെങ്ങനെ വിൽക്കാൻ പറ്റിയെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ വിറ്റവരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട മുതൽ വാങ്ങിക്കോണം. അല്ലാതെ ഈ പാവം പിടിച്ച മനുഷ്യന്മാരെ തെരുവിൽ ഇറക്കാന്നുള്ള പ്ലാനാണെങ്കിൽ നടക്കൂല. നിങ്ങൾക്ക് അങ്ങനെ ഇറക്കണം എന്നുണ്ടെങ്കിൽ ആ ഭൂമിക്ക് എത്രയാണോ വില നിശ്ചയിക്കുന്നത് അത് അവർ നിശ്ചയിക്കും. ആര്? ഈ ഭൂമിയുടെ ഉടമകൾ. അതും കൊടുത്ത് സെറ്റിൽ ചെയ്തേക്ക്. എന്നിട്ട് നിങ്ങൾ ഏറ്റെടുത്തോ. അല്ലാതെ ഓസിനെ ഇങ്ങോട്ട് എല്ലാം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് കാണിച്ച് ഞങ്ങൾ ഇസ്ലാമിസ്റ്റാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ഞങ്ങളെ കയ്യിൽ തന്നിട്ട് അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ നടത്തിക്കൂല. ഒരു തുണ്ട് ഭൂമി നിങ്ങൾ എടുക്കൂല. അതിന് ഞങ്ങൾ ഒരു ഒറ്റക്കെട്ടായിട്ട് വരും. ഞങ്ങൾക്ക് ഇവിടെ ജാതിയൊന്നും ഉണ്ടാവില്ല, രാഷ്ട്രീയമൊന്നും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ ഞങ്ങളെ ബേജാറാവണ്ട. നിങ്ങൾ അങ്ങനെ ആക്കി വെച്ച് ഞങ്ങളതിന് അങ്ങനെ ഞങ്ങളെ ഒരിക്കലും ഒരുമിച്ച് ചേരാത്ത രീതിയിൽ നിങ്ങൾ ആക്കി വെച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇത് പറയാൻ പോലും പറ്റുന്നത്. ഒരു പക്ഷെ ആ ഐക്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ജാതി മറന്നുള്ള ഐക്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ആ ഐക്യം ഞങ്ങൾ കൊണ്ടുവരാൻ നോക്കാം. ഈ വിഷയത്തിലൂടെയാണ് അത് കൊണ്ടുവരാൻ പറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ പല്ലും നഖവും വേണ്ടി വന്ന പലതൊടുത്ത് നിങ്ങൾ എതിർക്കും. താങ്ങാനുള്ള കപ്പാസിറ്റി നിങ്ങളെ വഖഫ് ബോർഡ് ഉണ്ടാക്കിയെടുത്താൽ മതി. ശരി എന്നാ.